ഹായ് ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 80ന്റെ റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. ഇലിയാസ് കമന്റ് ഇട്ടേക്കാണ്. യു ആർ സോ ക്യൂട്ട്, യു ആർ മൈ ക്രഷ് ബ്രോ. ഞാൻ NH47 പോലെ സ്ട്രൈറ്റ് ആണ്, അതുകൊണ്ടാ. ശരത്ത് ചേട്ടാ, ഒരു വീഡിയോ ഇടാൻ എത്ര MB വേണം? അതിപ്പോ എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ ഒരു 5 GB വരും 4K. 1080p ആണെങ്കിൽ ഒരു 2.5 GB ഒക്കെ വരും. അപ്പൊ അതിനനുസരിച്ചുള്ള MB വേണം. എന്റെ കമന്റ് ഒന്നും വായിക്കുന്നില്ല, സങ്കടമൊന്നും ഇല്ല, ചെറിയൊരു വിഷമം. മെസ് ബോയ് വായിച്ചിട്ടുണ്ട് കേട്ടോ. എടാ, ഒന്ന് നേരത്തെ വീഡിയോ ഇട്ടൂടെ, കുറെ വൈകുന്നുണ്ട്. സോറി ബ്രോ, ഇന്നലെ കണ്ണ് ചെറിയൊരു സീൻ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയത്. സോറി. ഇന്നും ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, ക്ഷമി നിങ്ങൾ. ചേട്ടാ, ഒരു ഹായ് പറയുമോ? ബൈ തീർത്ത ഹായ് ബ്രോ. റക്കമൊന്നും കിട്ടുന്നില്ല, അയ്യൊക്കെ റെഡിഷ് ആണല്ലോ. ശരിയാടാ, കിട്ടുന്നില്ല. ചേട്ടൻ പൊളിയാണ്. ക്യാൻ യു പ്ലീസ് റീഡ് ദിസ് കമന്റ്? ഐ കമന്റ് സോ മെനി ടൈംസ്. യുവർ വീഡിയോ ഈസ് സോ ഫണ്ണി. താങ്ക് യു. ഫസ്റ്റ് എപ്പിസോഡ് മുതൽ കണ്ടിട്ട് ആദ്യമായിട്ട് കമന്റ് ഇടുന്ന ആളാണ് ഞാൻ. ബ്രോയുടെ ചിരിയാണ് വീഡിയോയുടെ ഹൈലൈറ്റ്. ശരത്തെ, നിങ്ങളെ ഓരോ ഭാവങ്ങൾ പൊളിയാണ്, പിന്നെ ആക്ഷൻസ് ഒക്കെ സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഒരുവിധ ബോറുമില്ലാതെ കാണാം. സൂപ്പർ എന്റർടൈൻമെന്റ് അവാർഡ് അത് നിങ്ങൾക്ക് തന്നെ. നിങ്ങൾ മാസാണ്. താങ്ക്സ്. ഇതൊന്നും എന്റെ ഫേക്ക് അക്കൗണ്ട് അല്ലാട്ടാ. ചേട്ടാ, ബെസ്റ്റ് ലാഫ് കോമ്പറ്റീഷന് പോയാൽ ഫസ്റ്റ് ഉറപ്പാ. ശരിക്കും? സത്യം? അതെവിടെ നടക്കണേ? ഓ, ആ ക്യാം ഗിവ് അവേ കിട്ടോ? ഈ ക്യാം ആണോ? ഇടത് വർക്കാവൂലടാ. ഇതൊരു മെമ്മറിക്ക് എടുത്ത് വെച്ചാണതാ, അല്ലാതെ യൂസ് ചെയ്യാനല്ല. അപ്പൊ സംസാരിച്ചധികം സമയം കളയുന്നില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന കയ്യടിയാണ്. അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എത്ര സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നത്? എന്തങ്ങനെ നിങ്ങള്? അപ്പൊ നിങ്ങളുടെ വ്യത്യസ്തമായ കമന്റുകൾ നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ എനിക്കത് വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോകാം. അൻസിബയും അപ്സരയും വീണു. മോർണിംഗ് ഡാൻസിന് ഇനി ആര് ഭരിക്കും? അർജുൻ, അഭിഷേക്, സായി, 3 പുതിയ ഡാൻസേഴ്സ് ഓൺ ഫ്ലോർ. ഗബ്രി ജാസ്മിൻ കോംബോയ്ക്ക് ശേഷം ബിഗ് ബോസിൽ അടുത്ത കോംബോ ഋഷി അൻസിബ. ഫോട്ടോ ഇങ്ങനെ. ഇന്നലെ അൻസിബ ഒറ്റയ്ക്കാണ് ഇരുന്നിരുന്നത് ഒരു കോമ്പിന്റെ അടുത്ത്. ഇന്നതേ തൊട്ടടുത്ത് ഋഷിയുടെ ഫോട്ടോ വന്നു. എന്നാലും എനിക്ക് അറിയാമുള്ളതുകൊണ്ട് ചോദിക്കാം, ഈ ഋഷി ഇന്നലെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് പല്ല് വയ്ക്കുന്നതിന് മുമ്പ് ആ ഗ്ലാസ് ഇല്ലാത്ത കണ്ണാടി എടുത്ത് കണ്ണിൽ വെക്കുന്ന ആർക്കെങ്കിലും അറിയോ? ഒന്ന് പറഞ്ഞുതരോ? അത് തന്നെ നന്ദന എനിക്കും ചോദിക്കാനുള്ളത്. എന്തൊക്കെയാ നിങ്ങൾ കാണിക്കുന്നേ? അതെ ചേട്ടാ. ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ ഇന്നലത്തെ ഫുഡ് ഉണ്ടാക്കണ്ട, ഇന്ന് പുതിയ കറി ഉണ്ടാക്കും എന്ന നാടകത്തിന് ശേഷം ഇന്ന് ജിൻഡോ അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ്. വേറൊന്നുമല്ല, ഇന്നലത്തെ ദോശ എനിക്ക് വേണ്ട. അതെ, ഇന്നത്തെ ദോശ ഉണ്ടോ? ജാസ്മിനെ, ജിൻഡോക്ക് ദോശ കൊടുക്ക്. ഇന്നത്തെ ദോശ ഉണ്ടോ? എനിക്ക് ഇന്നത്തെ ദോശ വേണ്ട ജാസ്മിൻ. അല്ല, ഈ ദോശ എന്തിനാ തലേ ദിവസം ഇത്ര പേരുത്ത് ചുട്ടു വെച്ചെന്ന് എനിക്ക് മനസ്സിലാവില്ല. അല്ല, ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ ഓക്കെ, ദോശ ഇങ്ങനെ പെട്ടെന്ന് പരത്തി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനല്ലേ? ഉണ്ടാക്കത്തില്ല. ഓ, ശ്രീതു സീൻ. കാരണം എനിക്കിത് വേണ്ട. അപ്പൊ ഉണ്ടാക്കത്തില്ലാന്ന് ശ്രീതു. മുമ്പൊക്കെ ഈ പ്രശ്നം വന്നിട്ടില്ലല്ലോ. അല്ല, എനിക്ക് ഇന്നലത്തെ ദോശകള് ജിൻഡോ പറയണേ എനിക്ക് വേണ്ട ഇന്നലത്തെ ദോശ. ശ്രീതു, നിങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ടല്ലോ. ആര്? ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് വേണ്ട. ഞാൻ മുമ്പ് ദോശ ഒന്നും കഴിച്ചിട്ടില്ല. നീ ഉണ്ടോ ഞാൻ ദോശ കഴിക്കുന്നത്? ഞാൻ കഴിച്ചിട്ടില്ല. നീ കഴിച്ചോ? നീ കഴിച്ചോ? ഞാൻ കറി കഴിക്കാറുണ്ട്. ചോറ്, ദോശ, അങ്ങനെ സാധനം ഞാൻ കഴിക്കാം. കറി കഴിക്കാറുണ്ട്. ഇന്നലത്തെ കറി കഴിക്കും ഞാൻ. അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കും. ദോശയും ചോറും ഒന്നും ഞാൻ തലേദിവസം കഴിക്കാറില്ല. ഇതുവരെ കഴിച്ചുള്ള എനിക്ക് വയറിന് അസുഖം ഓൾറെഡി ഉള്ളതാണ്. വയറിന് പ്രശ്നമുള്ളതാണ്. ഇനി എനിക്ക് വയറിന് സീൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. മര്യാദയ്ക്ക് എനിക്ക് പുതിയ ദോശ തന്നോ? ജിൻഡോക്ക് 2 ദോശ അങ്ങോട്ട് ചുട്ടു കൊടുക്ക്. ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമുണ്ട്? ഇത് പോയിരുന്നോളൂ. ജിനോ ചേട്ടാ എവിടെ നിൽക്കണ്ട, പോയിരുന്നോളൂ. തന്നാ മതി. തരില്ല എന്നല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞേ? ഇതെന്ത് മുട്ടക്കറി ഇത്? ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 1 ഗോൾഡൻ റാബിറ്റ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ ടാസ്ക് ഗോൾഡൻ റാബിറ്റ്. അപ്പൊ മുറ്റത്ത് 10 കളങ്ങൾ ഉണ്ടാവും. 10 കളങ്ങളിലായിട്ട് 10 ഗോൾഡൻ റാബിറ്റുകൾ ഉണ്ടാവും. ഈ 10 ഗോൾഡൻ റാബിറ്റുകളുടെ അപ്പുറത്തായിട്ട് കുറെ കട്ടകൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. നടുക്കൊരു കളം ഉണ്ടാവും. ഇപ്പുറത്ത് 10 സ്റ്റാൻഡ് ഉണ്ടാവും. മേൽക്കൂരയും ഉപയോഗിച്ച് ഒരു കൂട് നിർമ്മിക്കാം. ആദ്യ ബസർ അടിക്കുമ്പോൾ കണ്ടസ്റ്റൻസ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടകൾ എടുത്ത് റാബിറ്റിന് ചുറ്റും ഒരു കൂട് നിർമ്മിക്കണം.
ക്യാപ്റ്റൻ ചിത്രങ്ങളടങ്ങിയ കാർഡുകൾ സെക്കൻഡ് ബസർ അടിക്കുമ്പോൾ അവിടെ കുറച്ച് കാർഡ്സ് ഇരിക്കുന്നുണ്ടാവും. ഈ മത്സരാർത്ഥികളുടെ ഫോട്ടോ ഉള്ള കാർഡ്സ് ആണ്. ഈ കാർഡ്സ് ഷഫിൾ ചെയ്തിട്ട് ഈ 10 പേരിൽ 3 പേര് ഇത് എടുക്കണം. ആ 3 പേര് ആരുടെ കാർഡാണോ എടുക്കുന്നത് അവരായിരിക്കും ഈ മത്സരത്തിൽ മത്സരിക്കുക. കൂട് ഒഴുകിയുള്ള കൂടുകൾ പൊളിച്ച് ഈ കട്ടകൾ റിമൂവ് ചെയ്തിട്ട് നടുക്കിരിക്കുന്ന ഗോൾഡൻ റാബിറ്റിനെ സ്വന്തമാക്കണം എന്നതാണ് മത്സരം. കട്ടകൾ നീക്കം ചെയ്യാൻ 1 മിനിറ്റ് മാത്രമാണ് സമയം. മത്സരത്തിന്റെ എല്ലാ റൗണ്ടും കഴിയുമ്പോൾ ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ ഗോൾഡൻ റാബിറ്റ് ഉള്ളത് അവർ ഈ കളിയിൽ വിജയിക്കും. ഏതെങ്കിലും ഒരാൾ മറ്റൊരാളുടെ മുയലിനെ എടുത്താൽ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതുമാണ്. ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് 3 പോയിന്റ്, സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് 2 പോയിന്റ്, തേർഡ് വരുന്ന ആൾക്ക് 1 പോയിന്റ് എന്നിങ്ങനെയാണ് ഈ മത്സരത്തിൽ പോയിന്റ് കൊടുക്കുന്നത്. മത്സരം തുടങ്ങി. അപ്പൊ എല്ലാവരും കൂടുണ്ടാക്കാണ്. നോറയുടെ കൂട് നോക്കി എന്തുവാണ് ഇത്? നോറെ ഇതെന്നിട്ടാ അടുപ്പ് കൂട്ടി വെച്ചാണ്? പണിയെടുക്കാനും വയ്യ, വെയിലത്ത് നിൽക്കാനും വയ്യ. കൊള്ളാം എന്തായാലും. കാർഡ് അടുപ്പിച്ചു. ആദ്യം മത്സരിക്കാൻ വന്നത് ജാസ്മിൻ, ശ്രീതു, ഋഷി. ജാസ്മിന് ഇത്തിരി കളി മനസ്സിലായി. ജാസ്മിൻ വലിയ പണിയൊന്നും എടുക്കാതെ കട്ടയൊന്നും പറക്കാതെ 1-2 കട്ട മാത്രം മാറ്റി വെച്ചിട്ട് അവിടെ പോയി നിന്നു. കട്ടകളൊക്കെ പറക്കി മാറ്റി നടുക്കുള്ള കളത്തിലിട്ടാൽ മാത്രമാണ് ഈ ഗോൾഡൻ മുയലിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ഋഷിയും ശ്രീതും നോക്കി പാണ്ടായിരിക്കും നമ്മുടെ നോറയുടെ കൂട് ഒന്നുമില്ല. ഇതെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് 2 കട്ട മാത്രം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ മുയലിനെ സ്വന്തമാക്കാം. ഇവർ രണ്ടുപേരും കൂടി അതിലെ കട്ടകൾ മാറ്റാൻ തുടങ്ങി. ഇപ്പൊ ഋഷി മൂക്കടിച്ച് വീണേനെ. അടുത്ത ആൾ ആശുപത്രി കൊണ്ടുവന്നേനെ. അവസാനം ഋഷി സ്വന്തമാക്കി ഗോൾഡൻ മുയലിനെ. മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു. നോറ മത്സരത്തിൽ നിന്നും ഔട്ട് ആവുകയും ചെയ്തു. നോറ വിലക്ക് താങ്ക്സ്, പണിയെടുക്കണ്ടല്ലേ നീ. റൗണ്ട് മത്സരം തുടങ്ങി. നന്ദന, ശ്രീതു, അർജുൻ ഇവര് 3 പേരുമാണ് മത്സരിക്കാൻ വന്നത്. അവരും വലുതായിട്ട് കട്ടയൊന്നും മാറ്റിയില്ല. കുറച്ച് കട്ടകൾ മാറ്റി വെച്ചിട്ട് തിരിച്ച് സ്റ്റേജിൽ പോയി നിന്നു. അടുത്ത മത്സരിക്കാൻ വന്ന നമ്മുടെ ജിൻഡോ ഒക്കെയാണ്. ജിൻഡോ എടുത്തത് ജിൻഡോന്റെ കാർഡ് തന്നെ. എന്റെ തന്നെ. അഭിഷേക് എടുത്തത് ജോക്കറിന്റെ ആണെങ്കിൽ അർജുൻ എടുത്തത് അഭിഷേകിന്റെ. ജോക്കർ. അങ്ങനെ അഭിഷേകും ജിൻഡോ മത്സരിക്കാൻ വന്നു. ജിൻഡോ ജാസ്മിൻ എന്തായാലും ഔട്ടാക്കി അടങ്ങുമെന്ന് പറഞ്ഞ് നേരെ ജാസ്മിന്റെ അടുത്ത് പോയി കട്ടയൊക്കെ പറക്കിയിട്ടു. ഒറ്റടിക്കൊക്കെ പറക്കിയിട്ടിട്ട് മുയലിനെ സ്വന്തമാക്കിയിട്ട് ഇങ്ങനെ അലറി. വെരി ഗുഡ് ജിൻഡോ. എന്താ ജിൻഡോ ഡോക്ടർ റോബിന് പഠിക്കുകയാണോ? ജാസ്മിൻ ഈ മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു. അങ്ങനെ കളി മനസ്സിലാക്കിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ജാസ്മിൻ ഈ കളിയിൽ നിന്നും ഔട്ടായിരിക്കുകയാണ്. അടുത്ത റൗണ്ടിൽ മത്സരിക്കാൻ വന്നത് നന്ദന, ഋഷി അതേപോലെ തന്നെ നമ്മുടെ ജിൻഡോ തന്നെ. ഈ 3 പേർക്കും ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട് തന്നെ ഇവർ 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു. ഋഷി നന്ദനയുടെ എടുത്തു, നന്ദന ജിൻഡോന്റെ എടുത്തു, ജിൻഡോ ഋഷിയുടെ എടുത്തു. ഗതം. 3 പേരും മുന്നിലെടുത്തല്ലോ. ആരൊക്കെയാണ് പുറത്തായത്? സത്യം പറഞ്ഞ 3 പേരും ഔട്ടാണ്. പക്ഷെ നമ്മുടെ മത്സരാർത്ഥികൾക്ക് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട് തന്നെ ഋഷീനെ ഔട്ടാക്കാതെ ബാക്കിയുള്ളവരുടെ കയ്യിലുള്ള മുയലൊക്കെ ഋഷിക്ക് നിങ്ങൾ ഔട്ടായി. നീ എടുത്താരുടെയാ? ഞാൻ വലിയ 24/7 ഗെയിമർ സിജോ, ബുദ്ധി രാക്ഷസൻ, മണ്ടനാന്നിപ്പോ മനസ്സിലായില്ല. അതായത് ഇപ്പൊ ജാസ്മിന്റെ മുയലാണ് ജിൻഡോ എടുത്തതെങ്കിൽ ജാസ്മിൻ കളിയുന്ന ഔട്ടാണ്. സോ ജാസ്മിന്റെ കയ്യിലുള്ള മുയലൊക്കെ ജിൻഡോന് കൊടുത്തിട്ട് വേണം ജാസ്മിൻ പുറത്തു പോകാൻ. സിമിലർലി ജിൻഡോന്റെയും നന്ദനയുടെയും മുയലിന് എടുത്തത് കൊണ്ട് തന്നെ ഋഷിക്ക് എല്ലാവരും മുയൽ കൊടുക്കണം എന്ന് പറഞ്ഞു. ഓ, അർജുൻ ഇത്തിരി ബുദ്ധിയുണ്ട്. എനിക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കാൻ പോവാന്ന്. ജാസ്മിൻ വായോ കേറിയിരിക്കി. ഋഷിക്ക് 5 മുയലോ. ഋഷി നോക്കിയപ്പോ ഒരു പണിയെടുക്കാതെ എനിക്ക് 6 മുയലിനെ കിട്ടിയോ? പൊള്ളാല കളി. അടുത്തത് പോരട്ടെ. ഒരാളെടുക്കുമ്പോ ഋഷിയുടെ ഋഷി കിട്ടും. അങ്ങനെയാ. അപ്പൊ എന്ത് ചെയ്യണം? ജിൻഡോ ഔട്ടായല്ലോ. ജിൻഡോ നന്ദനെ ഔട്ടായി. ജിൻഡോ നന്ദനയും പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. ജാസ്മിൻ ജിൻഡോനെ ഉപദേശിക്കുക. ചാടി കേറി വെപ്രാളം കാണിച്ച് എടുക്കരുത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സത്യത്തിൽ ഈ ഗെയിം ആർക്കും മനസ്സിലായിട്ടില്ല. യോ ഋഷിക്ക് എന്താ സന്തോഷം. ഇവളെന്താ നോക്കിയേ? അപ്പൊ ഇവളെന്താ നോക്കിയേ? അവളെന്തായാലും ഔട്ടായി. ജിൻഡോന് ജാസ്മിൻ കളി പറഞ്ഞു കൊടുക്കാം. നിങ്ങളിപ്പോ നന്ദനയുടെ എടുക്കാൻ പോയി നോക്കി. അപ്പൊ നന്ദന നിങ്ങളുടെ എടുക്കും. അപ്പൊ നിങ്ങൾ 2 പേരും ഔട്ടാവും. അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വേറെ ആളുടെ എടുക്കണം. അതാണ് കളി. മനസ്സിലായോ? അതെനിക്ക് അറിയുന്നുണ്ട്. അതെന്നെ പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞു. ജാസ്മിൻ ജിൻഡോനോട് പറയാ, കണ്ടാ
അപ്പൊ ഋഷിക്ക് കളി മനസ്സിലായി. ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയ ആർക്കാന്നറിയാം. അവന് ഇവന്റെ കൂട് പോലും ഇല്ലാതാക്കി കളഞ്ഞു. ഇപ്പൊ ഋഷീനെ കണ്ട അവനവിടെ കൂടൂല്ല, അവന്റെ ആണെങ്കിൽ 6 മൊയിലുമായി, അവൻ എങ്ങനെ പോലും ജയിച്ചു. ഞാൻ ഫസ്റ്റ് ഔട്ടാക്കിയ റീസൺ പറയാം. റീസൺ പറ. എനിക്കൊരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് വെച്ച് നീ കയറി. അയ് ശരി, നിന്നെ ഔട്ടാക്കിയത് നിനക്ക് 1 പോയിന്റ് ബോണസ് ഉള്ളതുകൊണ്ട്. ബോണസ് 1 പോയിന്റ് ഉള്ളൂ, വലിയ കാര്യമാണല്ലോ. അപ്പൊ ഋഷിയെ കണ്ടില്ലേ? എനിക്ക് ഋഷി കാരണം ഇഷ്ടമാണ്. ജിൻഡോ നിന്നെ ഔട്ടാക്കിയത് അതുകൊണ്ടാ. അപ്പൊ ഋഷിയുടെ എടുത്തതോ? ഋഷിയുടെ എടുത്തത് എനിക്ക് അവന് ഇഷ്ടമാണ്, അതുകൊണ്ട്. എനിക്കൊരു പോയിന്റ് ഗ്രൂപ്പായിട്ടാണോ ഗെയിം കളിക്കുന്നത്? ഗ്രൂപ്പാണെന്ന് ചോദിച്ചു നീ. ഗ്രൂപ്പായിട്ടാ കളിക്കുന്നത്? എന്റെ പൊന്ന് ജാസ്മിനെ, ഋഷിയുടെ റാബിറ്റ് എടുത്ത് അവൻ ഔട്ടാണ്. അന്തസ്സുള്ള കളി. ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞ ബിഗ് ബോസ്. ഗ്രൂപ്പല്ല, ഒറ്റയ്ക്ക്. നോറ, ഞാനിവിടെ ഒറ്റയ്ക്ക് കളിക്കണം, ഞാനാണ് മോൺസ്റ്റർ. സാരമില്ല, ജിഞ്ചക്ക ജിഞ്ചക്ക പോട്ടെ, സാരമില്ല. പോട്ടെ, സാരില്ല. കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഋഷിയുടെ കളത്തിൽ റാബിറ്റ് ഇല്ല. അപ്പൊ ജിൻഡോ, അപ്പൊ ഞാൻ ഔട്ടല്ല, ഞാൻ തിരിച്ചു കയറണ്ടേ? ഓഫ് കോഴ്സ്. അപ്പൊ ഞാൻ ഔട്ടാവില്ലല്ലോ. ഓ, എന്തൊരു ബുദ്ധി. ഋഷിയും ഈ മത്സരത്തിൽ നിന്നും പുറത്താണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഋഷി ഔട്ടാണ്. ഋഷി കൊണ്ടുകൊണ്ടിരുന്നവനെ വിളിച്ചോണ്ട് വന്നിട്ട് ചോറില്ല. ഇവിടെ കളത്തിൽ കൂടുമില്ല, മുയലുമില്ല. ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടു. അപ്പൊ ഈ 5 എണ്ണം ജിൻഡോ അവനൗട്ടായ ഞാൻ കാരണമല്ല. ഋഷിയും ജിൻഡോയും നന്ദനയും മത്സരിച്ച റൗണ്ടിൽ 3 പേരും. നന്ദന വിചാരിച്ചു ഒന്നും കൂടി മത്സരിപ്പിക്കാനാന്ന് പറഞ്ഞ് നന്ദന എനിക്ക് വരാം. അപ്പൊ ബിഗ് ബോസ് നിങ്ങൾ 3 പേര് ഔട്ടായി, പുറത്താണ്. നന്ദന അയ്യോ പണി പാളിയില്ല, 2 സ്റ്റെപ്പ് എടുക്കാം. ഐ ശരി, ജാസ്മിനെ ഇത്തിരി ഓവർ അല്ലേ? ഋഷിയുടെ കയ്യിലിരുന്ന് 6 മൊയിലിനെ ഋഷിയുടെ കളത്തി കൊണ്ട് വെച്ച്. കാരണം ആ മനുഷ്യൻ തന്നെ ഋഷി തോക്കാൻ കാരണമായല്ലോ. ജിൻഡോ, എന്നാലും ഇത് എന്ത് കളി? ഇത് ആ മനുഷ്യന് മനസ്സിലാവണ വല്ല കളി പറയാൻ പറ്റുമോ? അവൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ കളികളാണ്. ഋഷി ഔട്ടായതും ദൈവത്തിന്റെ കളികളാ. ഋഷി എന്നോട് ദേഷ്യമൊന്നുമില്ല മോനെ. അടുത്ത റൗണ്ടിൽ പിന്നെ ശ്രീതും സിജോവും സായും മത്സരിച്ചു. സായും സിജോവും കൂടി ശ്രീതുവിന്റെ കൂട് പൊളിച്ച് ശ്രീതുവിനെ ഔട്ടാക്കി. അതെന്താ സായി അതൊന്നും തൂക്കാൻ? 1 മിനിറ്റിനുള്ളിൽ തൂക്കിയില്ലെങ്കിൽ എല്ലാം പോവില്ലേ? കൊള്ളാം. കാർഡ്സ് എടുത്തപ്പോ സായും അഭിഷേകും വന്നു. അവർ 2 പേരും ഒരുമിച്ച് ഒത്തു കളിച്ച് നമ്മുടെ സിജോനെയും അർജുനെയും പുറത്താക്കി. എത്ര? 3. കുഴപ്പമില്ല. എന്റെ സായി, എന്തൊരു നന്മമാരോടാ നീ. വേറെ എനിക്ക് 5 കണക്ക് 4 ആവും. അല്ല അത് കുഴപ്പമില്ലായിരുന്നു. അവിടെ നിന്റെ 4 അല്ലേ, നിന്റെ 3. ഞാൻ ഒരെണ്ണം തരാം, അല്ലെങ്കിൽ അടുത്ത റൗണ്ട് കളിയില്ലടാ. ഇപ്പൊ നമ്മള് കല്ലെടുത്ത് സാധനം എടുക്കാൻ അനുസരിച്ചിരിക്കും. എന്റെ പൊന്ന് സായി, മണ്ടൻ സായി, നീ അഖിൽമാരാവാനൊന്നും നോക്കണ്ട, കേട്ടല്ല? ഹൂ ടേക്സ് ഫസ്റ്റ് എന്നാണ്, മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്ത റൗണ്ട് നീയും അഭിഷേകും മത്സരിച്ചു. നിന്റെ 5 റാബിറ്റ്, അഭിഷേകിന്റെ 3 റാബിറ്റാന്ന് വെക്കി. അഭിഷേക് വന്ന് നിന്റെ റാബിറ്റിന് എടുത്തു കഴിഞ്ഞാൽ നീ മത്സരത്തിൽ നിന്ന് പുറത്തായി. നിന്റെ റാബിറ്റിന് മൊത്തം അഭിഷേകിന് കൊടുക്കണം. ഈ ഇതെടുത്താലും എനിക്ക് 5 ആവുള്ളൂ, എനിക്ക് 6 ആവും. പിന്നെ അതിൽ കളിയില്ല. അങ്ങനെയല്ലേ? എനിക്കങ്ങനെ തോന്നിയേ. ഞാൻ പറഞ്ഞതാണ് മണ്ടത്തരം എങ്കിൽ നിങ്ങൾ എന്നെ മണ്ടാന്ന് വിളിക്കരുത്. എന്തൊരു ട്വിസ്റ്റാണിത്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, എന്തൊരു ഭയങ്കര ട്വിസ്റ്റ് അത്. ആരാണോ കൂട് പൊളിച്ച് മുയലിനെ സ്വന്തമാക്കി? അപ്പൊ സായുടെ ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും സെയിം റാബിറ്റ് ആയപ്പോൾ അടുത്ത റൗണ്ടിൽ റാബിറ്റിന് എടുക്കുന്ന വ്യക്തി വിജയിക്കും. ആദ്യം എടുക്കുന്ന വ്യക്തി വിജയിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒത്തു കളിച്ചത്. സായിക്ക് സിജോനെ അർജുനെയൊക്കെ ഔട്ടാക്കിയപ്പോ കട്ടിയെടുക്കാൻ ഒരു നടുവേദന ഉണ്ടായില്ല. ഇപ്പൊ നോക്ക് നടുവേദന. അഭിനന്ദനങ്ങൾ അഭിഷേക്. ബിഗ് ബോസ് എന്തോ സൗണ്ട് പറയാ. അങ്ങനെ ഈ മത്സരത്തിൽ അഭിഷേക് വിജയിച്ച് 3 പോയിന്റ് സ്വന്തമാക്കി. 2 പോയിന്റ് സ്വന്തമാക്കി സായി. തേർഡ് ആരില്ല. 1 പോയിന്റാണ് ഈ ബോണസ് ടാസ്ക് ജയിച്ച ജാസ്മിനും ഋഷിക്കും കൊടുത്ത്. ഒരു 3 പോയിന്റ് കൊടുക്കായിരുന്നു. ഇതിന് ശേഷം അകത്ത് ഡിസ്കഷനാ, എന്തൊക്കെയായിരുന്നു ഇവിടെ സംഭവിച്ചതെന്ന്. അപ്പൊ സിജോ നമ്മുടെ ജിൻജോനോട്, എന്റെ പൊന്നു മനുഷ്യൻ നിങ്ങൾക്ക് ജയിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ലേ? ജിൻജോ, എനിക്ക് ഉണ്ടായിരുന്നടാ, എനിക്ക് ഗെയിം മനസ്സിലായില്ലെന്ന്. ഇൻ കേസ് തേർഡ് നിങ്ങൾ സേവ് ആയിരുന്നെങ്കിൽ നിങ്ങൾ തേർഡ് ഓപ്ഷനിലേക്ക് എങ്ങനെ പോകും? സിജോ അത് ശരി. അപ്പൊ നിങ്ങൾ സെക്കൻഡ് റൗണ്ട് ഔട്ട് ആയില്ലാന്ന് വെക്കി. അപ്പൊ നിങ്ങൾ എങ്ങനെ കളിച്ചേനെ? ഗെയിം മനസ്സിലാവും. ഞാൻ ജിൻഡോ, ഞാൻ പൊളിച്ചുകൊണ്ടിരുന്നേനെ, എന്നിട്ട് ഓരോ റാബിറ്റിന് എടുത്തേനെ. എനിക്കറിയില്ലായിരുന്നു. സിജോ ഇയാള് ചിരിപ്പിക്കും. എനിക്കറിയില്ലായിരുന്നു.
എന്റെ കാര്യം പറയണ്ട. ജിൻഡോ പിന്നെ പറയാ സത്യമാണോ എനിക്ക് ഗെയിം മനസ്സിലായില്ല, സത്യമായിട്ട് മനസ്സിലായി, ഉള്ളത് പറയുന്നതിന് എന്താ കുഴപ്പം? ഞാൻ സാധനം എടുക്കാൻ നോക്കുള്ളായിരുന്നു. ആ ഋഷി അതിനെ നോക്കുള്ളായിരുന്നു. ജിൻഡോ ഋഷിക്ക് മനസ്സിലായില്ലടാ, അവരെന്തോ കളിച്ച് ഈ കളിക്കുന്നുണ്ട്, കിഡനായിട്ട് കളിക്കുന്നുണ്ട്. സായി ഋഷിക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കായിരുന്നേ. ആ മക്കുറീനോ ആക്കുന്നുണ്ട്. മക്കുറിനിയാ അതെന്നാ ചാതനം? അഭിയടുത്തൊക്കെ ചോദിച്ചാൽ അല്ല നമ്മുടെ സായി, അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ? നമ്പരുത്. സായി ഋഷിക്ക് പറഞ്ഞു കൊടുക്ക, ജിൻഡോനെ നമ്പല്ലേ, പുള്ളിക്ക് ഒന്നാമത്തെ ബോധം ബുദ്ധിയൊന്നും ഇല്ല, അതിന്റെ കൂടെ കളി മനസ്സിലായില്ല, നീ അയാളെ കൂട്ടുപിടിച്ചിട്ടാണ് കളിക്കാൻ പോയാണ്, എന്താ അവസ്ഥ നിന്റെ? ഞാനെല്ലാം പോന്നെ ഓരോന്ന് വിളിച്ചിട്ട് കൊടുന്നോളിക്കും. ജിൻഡോ അഭിഷേകിനോട് പറയാ, ഞാൻ ഔട്ടായില്ലെങ്കിൽ ഞാൻ ഓരോ റൗണ്ടിൽ ഓരോ റാബിറ്റിനെ സ്വന്തമാക്കിയാനേട്ടാ. ഞാൻ തന്നെ ചെയ്തോണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്ത്. നിങ്ങളോ ഇതും പറഞ്ഞ് പുള്ളി തന്നെ തിരിഞ്ഞ് ചിരിക്കുക. നിങ്ങൾ പോവാ പാവ എടുക്കുക, ഇത് തന്നെയാ നിങ്ങൾ കാണിച്ചോണ്ടിരുന്നത്. പോയെന്റെ ജാസ്മിൻ, ഞാനുണ്ടായിരുന്നെങ്കിൽ ജിൻഡോനെ ഔട്ടാക്കില്ലായിരുന്നു. നമുക്ക് കഷ്ടപ്പെടണ്ട, പാവ സുഖമായിട്ട് ഒരാളുടെ കയ്യിലെത്തും. സത്യം പറഞ്ഞ ആരും ഇങ്ങനെ ഔട്ടാകില്ല, കാരണം പണി പകുതി എടുത്താൽ മതിയല്ലോ, ഇയാളാവുമ്പോ എല്ലാ കട്ട എടുത്ത് മാറ്റി ഓരോ റാബിറ്റിന് എടുത്തോളും. നിങ്ങൾ ഒറ്റയടിക്ക് പൊട്ടിക്കുക, 6 പാവ. അത് ഞങ്ങൾ കണ്ടു, ഫസ്റ്റ് തന്നെ വന്ന് നിന്റെ റാബിറ്റിന് എടുത്തത്. ഞാൻ അങ്ങനെ ചിന്തിക്കുള്ളൂ, എനിക്കറിയില്ല, എനിക്ക് ഗെയിം അറിയില്ലെന്ന്. ഉള്ളത് അറിയാലോ, ജിൻഡോ ഉള്ളത് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ബാക്കിയുള്ള ആർക്കും കളി മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും ബിഗ് ബോസ് രണ്ടാമത് അനൗൺസ് ചെയ്തപ്പോഴാണ് കളി മനസ്സിലായത്. അതിനുശേഷമാണ് ഓരോരുത്തർ നന്നായി കളിച്ചത്. അത്രയേറെ എനിക്ക് തോന്നുന്നു അർജുന് മാത്രമാണ് കളി മനസ്സിലായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ജിൻഡോനെ കുറ്റം പറയാ, തനിക്ക് മനസ്സിലായില്ല, തനിക്ക് മനസ്സിലായില്ല. എന്താ അവസ്ഥയാണല്ലേ? കൺഫ്യൂസ്ഡ്. എൻഡ് ഓഫ് ദ ഡേ ആകെ ഷോ മതി. അപ്പൊ സായി പറയണ്, എടാ ജിൻഡോക്ക് ഷോ മതി, പുള്ളിക്ക് ആ ഒച്ചയൊക്കെ എടുത്ത് ഇത്തിരി ആക്ഷൻ ഒക്കെ കാണിച്ചാൽ മതി, പുള്ളിക്ക് അതിനുള്ള കണ്ടന്റ് മതി, പുള്ളിക്ക് പോയിന്റ് വേണമെന്നില്ല. ആ ഗെയിം മനസ്സിലായ ഒരു 4-5 പേരേ ഉള്ളൂ, അത് വീട്. അഭിഷേക് അത് വിട്, ആർക്കും മനസ്സിലായിട്ടില്ല, അത് വിട്ട് കളി. എനിക്ക് മനസ്സിലായി, കളിക്കാനും പറ്റിയിട്ടില്ല മനുഷ്യന്റെ. ജാസ്മിൻ എങ്ങനെ വിടൂടാ, എനിക്ക് കളി മനസ്സിലായി, എനിക്ക് കളിക്കാനും പറ്റിയില്ല, ഇയാളെന്നെ പിടിച്ച് പുറത്താക്കിയില്ലേ, എനിക്ക് പൊളിഞ്ഞു കയറുണ്ട്. എന്റെ പൊന്നു ജാസ്മിനെ ചിരിപ്പിക്കില്ല നീ. എന്റെ പൊന്നു ചിന്ത ചേട്ടാ, അവളവിടെ പിടിച്ചിരിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കാനല്ല, കൊല്ലാനാ. ജാസ്മിനെ ഇളകിട്ടാ ജിൻഡോ, അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. എനിക്ക് സോഫയുടെ മണ്ടേ കയറി നിങ്ങൾ ഓരോ മുടിയായിട്ട് നുള്ളിപ്പിഴണം. ജാസ്മിൻ തള്ളേ കലിപ്പ് തീരണില്ലല്ല. കണ്ടുപോകരുത്. പ്രോമിസ എന്തിന്? ദോശ കഴിച്ചാ എന്നെ കളിക്കാൻ വിട്ടോ? എനിക്ക് കളി മനസ്സിലായിട്ട് കളിക്കാൻ. എന്റെ ജാസ്മിന് പുഴുത്ത് ഓരോരുത്തരുടെയും കളി കണ്ട് എന്നെ ജിൻഡോന്റെ ചിരിയും ജാസ്മിന്റെ എക്സ്പ്രഷനും ഒരേ പൊളി. നിങ്ങൾ ഓടിയിട്ട് കയ്യാലപ്പുറത്ത് ടിക്കറ്റ് ഫിനാലയിലെ രണ്ടാമത്തെ ടാസ്ക് കയ്യാലപ്പുറത്ത്. ഏരിയയിൽ കുറെ ബോളുകളും 2. ഈ ഗെയിം വേറൊന്നുമല്ല, അവിടെ കുറച്ച് ബോൾസ് ഇരിക്കുന്നുണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് 2 കയ്യിൽ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഈ സൈഡിൽ പന്ത് വെച്ചിട്ട് അതിങ്ങനെ ബാലൻസ് ചെയ്ത് ഇപ്പുറത്തുള്ള ആ കപ്പിയിലിടണം. എതിർഭാഗത്തുള്ള കപ്പിയിലേക്ക് 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ബോൾസ് ഇടുന്ന വ്യക്തി വിജയിക്കും. 2 പേരാണ് അറ്റ് എ ടൈം മത്സരിക്കുക, കാരണം 2 ആ സാധനം ഉള്ളൂ. മത്സരം തുടങ്ങി ആദ്യം മത്സരിച്ച അർജുനും നോറയുമാണ്. അർജുൻ 2 എണ്ണം ഇട്ടുട്ടാ. അർജുൻ 4 എണ്ണവും നോറ 3 എണ്ണം ഇട്ട് ഫസ്റ്റ് 2 പേരുടെ മത്സരം കഴിഞ്ഞു. അടുത്ത മത്സരിക്കാൻ വന്നത് സിജോയും സായി ആയിരുന്നു പിന്നെ മത്സരിക്കാൻ വന്നത്. അതിൽ സിജോ 4 എണ്ണം ഇട്ടു, സായി 2 എണ്ണം ഇട്ടു. അത് കഴിഞ്ഞ് വന്ന അഭിഷേകാണ് ഈ കളിയിൽ ഏറ്റവും കൂടുതൽ ബോൾസ് ഇട്ടത്, 6 എണ്ണം. ഋഷി 2. നന്ദനെ ശ്രീതും വന്ന് കുറെ നേരം ബോൾ ഇടാൻ നോക്കി, ഒന്നും ഇട്ടില്ല, 0. അത് കഴിഞ്ഞ് വന്നു നമ്മുടെ ജാസും ജിന്നും. ജിൻഡോ ആദ്യം പറഞ്ഞ ഇങ്ങനെ കൊണ്ടെങ്കിലും ലാസ്റ്റ് ആയപ്പോ തെറിച്ചു പോയി. പക്ഷെ ജിൻഡോ പിന്നെ ഐഡിയ പഠിച്ചു, ജിൻഡോ പതുക്കെ കൊണ്ടുവന്ന് 3 എണ്ണം ഇട്ടു. പക്ഷെ നമ്മുടെ ജാസ്മിന് 1 എണ്ണം പോലും ഇടാൻ പറ്റിയില്ല, പാവടാ. എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു, ഞാൻ അവിടെ ഓൾറെഡി. ജാസ്മിൻ എനിക്കറിയാം, ഞാൻ തോറ്റു, എനിക്കിത് കളിക്കാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞതാ. 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് അഭിഷേക്. 6 ബോൾ ഇട്ട് അഭിഷേക് ഫസ്റ്റ് ആയി. സെക്കൻഡ് 2 പേരുണ്ട്, നമ്മുടെ അർജുനും സിജോയും 4 ബോൾ ഇട്ടു. അർജുനും സിജോയും തമ്മിൽ
ടൈ ബ്രേക്കർ ഉണ്ടായിരിക്കും. അടുത്ത റൗണ്ടിൽ 1 മിനിറ്റ് സമയമൊന്നുമില്ല. ആദ്യം 5 ബോൾ ഇടുന്ന വ്യക്തിക്ക് സെക്കൻഡ്, ഇടാത്ത വ്യക്തിക്ക് തേർഡ്. അങ്ങനെ കയ്യാലപ്പുറത്തെ മത്സരത്തിൽ നിന്നും അഭിഷേകിന് 3 പോയിന്റ് കിട്ടി, സിജോക്ക് 1 പോയിന്റ് കിട്ടി, അർജുന് 2 പോയിന്റ് കിട്ടി. അല്ലളിയാ ശരിക്കും പറഞ്ഞു ഇവളുടെ ബോണസ് ചെയ്യുന്നുണ്ടോ? ജാസ്മിനും ജിൻഡോ അർജുനും ഋഷിയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ചെയ്യൂന്ന് പറ, എനിക്കത് കാണാൻ വയ്യ. അപ്പൊ ഈ പോയിന്റ് അവിടെ കാണിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരുടെ ഒരു കാരിക്കേച്ചർ ഇമേജും അതിന്റെ അടിയിൽ ഇങ്ങനെ പോയിന്റും വെച്ചിട്ട് ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ബോണസ് ആയിരുന്നു. അപ്പൊ ജിൻഡോ പറയാണ് നമ്മുടെ ജാസ്മിന്റെ 1 പോയിന്റ് ബോണസിന്റെ അടിയിൽ ബോണസ് എന്ന് എഴുതണ്ടായിരുന്നു, അത് അവള് ഗെയിം കളിച്ചിട്ടല്ലേ കിട്ടിയത്. നീ ആലോചിച്ച് നോക്കി, എല്ലാരും ഇങ്ങനെ ഉയർന്നു പോകുമ്പോ ഞാൻ 1 ബോണസ് എന്നും പറഞ്ഞ ഗെയിമില് ഞാൻ എന്നെയും കൂടി ഭ്രാന്ത് പിടിപ്പിക്കാൻ ഋഷി നീ എന്നെ വിഷമിപ്പിക്കല്ലേടി, ഞാനൊന്നും വിഷമിക്കാതെ ആശ്വസിച്ചിരിക്കുക, അപ്പോൾ വിഷമിപ്പിക്കാൻ വന്നിക്ക. എല്ലായിടത്തും ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഗെയിം അല്ലാതെ വേറെ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. എന്റെ പൊന്നു ജാസ്മിന്, ഇത് എവിടെയായിരുന്നു 70 ദിവസം ഈ കണ്ടന്റുകള്? വേറെ കൊണ്ടുവന്നപ്പോഴാ എനിക്ക് മനസ്സിലായേ. ജാസ്മിൻ, ഞാൻ ആദ്യത്തെ ടാസ്ക് കണ്ടപ്പോ ബിഗ് ബോസിനോട് പറഞ്ഞു, ബിഗ് ബോസ് വേറെ ടാസ്ക് താ, ഞാൻ ജയിക്കട്ടെ. വേറെ ടാസ്ക് കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായേ കഴിവില്ലടാ, അത് ചെയ്യാനുള്ള കഴിവില്ല. ഉള്ളത് പറയട്ടെ, ജാസ്മിൻ ഒരു യൂട്യൂബറാണ്. ജാസ്മിന് ആളുകളുടെ അല്ലെങ്കിൽ വ്യൂവേഴ്സിന്റെ ഓഡിയൻസിന്റെ ഒരു പൾസ് അറിയാം. അപ്പൊ അതിനനുസരിച്ച് കോണ്ടന്റ് കൊടുക്കാൻ ജാസ്മിന് അറിയാം. ആകെ പാളിപ്പോയത് ആ ഗബ്രിയുടെ സീൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒറ്റയ്ക്ക് കളിക്കുമ്പോ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുണ്ട്. ടാസ്ക് 3 പന്താട്ടം. അടുത്ത ടാസ്ക് വേറൊന്നുമല്ല, ഒരു പലകയുണ്ട്. ആദ്യം പലകയുടെ കുറച്ച് സ്ഥലം വീതി കൂടിയത്, പിന്നെ ഇത്തിരി കൂടി വീതി കുറഞ്ഞ്, പിന്നെ ഏറ്റവും വീതി കുറഞ്ഞ്, അതിങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തേക്കാണ്. അറ്റ് എ ടൈം 2 പേർക്കാണ് മത്സരിക്കാൻ പറ്റുന്നത്. ഒരു കോലുണ്ട്, അതിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഡിസ്ക് പോലത്തെ സാധനമുണ്ട്. അതിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു പന്ത് ബാലൻസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ നേരം ഈ പന്ത് ബാലൻസ് ചെയ്യുന്ന വ്യക്തി ഈ കളിയിൽ വിജയിക്കും. മത്സരം തുടങ്ങി. നമ്മുടെ നോറയും അർജുനുമാണ് ആദ്യം മത്സരിക്കാൻ വന്നത്. നോറ എന്റെ പോയി. അർജുൻ കുറച്ചു നേരം പിടിച്ചു നിന്നു. നോറ 10 സെക്കൻഡ്, അർജുൻ 33 സെക്കൻഡ്. അത് കഴിഞ്ഞ് സായും അഭിഷേകും മത്സരിച്ച് 2 പേരും കുറെ നേരത്ത് പിടിച്ചോണ്ട് നിന്നു. അഭിഷേക് ഇത് വെച്ചിട്ട് പാട്ടൊക്കെ പാടാം. സിജോ, പുല്ലിവന്മാര് ഇത് എങ്ങനെയാടാ ചെയ്യുന്നേ? സായി എന്തത് പിടിച്ചോണ്ടിരിക്കാൻ കാരണം എന്നറിയോ? സായി ഒരു ക്രിക്കറ്ററാണ്. സായിക്ക് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ബാറ്റിന്റെ മുകളിൽ ഇങ്ങനെ ബോൾ വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ക്രിക്കറ്റിൽ, ലൈക്ക് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെഷനിൽ. സോ അങ്ങനെ സായിക്ക് ആ ഒരു ബാലൻസ് ഉണ്ട്. സോ സായി ഈസി ആയിട്ട് പിടിച്ചു. സായിയുടെ അനങ്ങണില്ല പന്ത്. എന്റെ കൈയെല്ലാം കിട്ടാ വിറയ്ക്കുന്നു. എന്റെ കൈ വരയ്ക്കുന്നത് നോക്കൂ. സോറി പോയി. സായിയുടെ പോയതപ്പോഴാന്ന് വെച്ചാൽ ബസ്സർ അടിച്ചപ്പോ കേറി നിൽക്കാൻ പറഞ്ഞു. ആ ടൈമിലാണ് സായിക്ക് ബാലൻസ് കിട്ടാണ്ട് പോയത്. അഭിഷേക് 5 മിനിറ്റ് 5 സെക്കൻഡ് നിന്നു. നമ്മുടെ സായി 5 മിനിറ്റ് 15 സെക്കൻഡ് നിന്നു. അർജുൻ, ഞാൻ തോറ്റ്. ജാസ്മിൻ, അതെനിക്കിഷ്ടായി. അത് കഴിഞ്ഞ് മത്സരിക്കാൻ വന്നത് നമ്മുടെ ജാസ്മിനും ശ്രീതു ആണ്. ജാസ്മിൻ പന്ത് വെച്ചപ്പോ തന്നെ പന്ത് തെറിച്ചുപോയി. നിക്കുന്നില്ല, അവള് വെച്ചിട്ടില്ല, അപ്പൊ എനിക്ക് വെക്കാല്ലോ. ശ്രീതു വെക്കണുള്ളൂ, അവള് വെക്കണല്ലേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി വെക്കട്ടെ പറഞ്ഞു. ജാസ്മിൻ വെച്ച് ബാലൻസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ശ്രീതുവിന്റെ പോയി. ഫോക്കസ്. അണ്ടും ജാസ്മിൻ ബാലൻസ് ചെയ്തോണ്ടിരുന്നപ്പോ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ഇത് പോയിട്ട് അല്ല, അവള് വെച്ചില്ല. അല്ല ജാസ്മിൻ നിങ്ങൾ ഔട്ടാണ്. പിന്നെ ശശി അവൻ ജാസ്മിന്റെ ജീവിതം ഇനിയും ബാക്കി. 1 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാല് അയ്യോ, സമയം നോക്കിക്കഴിഞ്ഞാൽ നാണം കെടൂലോ. അഭിഷേക്, എടി 0.03 സെക്കൻഡ് എന്നൊക്കെ പറയേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പോടാ. ജാസ്മിൻ 3 സെക്കൻഡും ശ്രീതു 13 സെക്കൻഡും. അത് കഴിഞ്ഞ് സിജോം ഋഷിയും മത്സരിക്കാൻ വന്ന്. അല്ല സിജോ, ഇതെന്നിട്ട് ടേബിൾ ടെന്നീസ് കളിക്കുന്നത്. ജാസ്മിൻ, ഓ ഭാഗ്യം, എനിക്കൊരു കൂട്ടുണ്ട്, കാട്ടുതീ ഔട്ടായി. അർജുൻ പറയാണ്, ഋഷി ജയിച്ചാൽ മതിയായിരുന്നു. അസൂയ. നേരത്തെ പറഞ്ഞ കാരിക്കേച്ചർ മോഡൽ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. കൊള്ളാല്ലേ, നല്ല രസം കിട്ടാ. നാളെ ചുമപ്പിടരുത്. ഞാൻ നാളെ ചുമപ്പ് ഡ്രസ് ഇടല്ല. ഇതൊരു രാശിയില്ലാത്ത കളറാ, നല്ല രാശിയുള്ള കളർ ഇടണം. അങ്ങനെ അനൗൺസ് ചെയ്തു. ഷിജോ 5 സെക്കൻഡ്,
ഋഷി 3 മിനിറ്റ് സംതിങ്. അത് കഴിഞ്ഞ് ജിൻഡോ നന്ദനെ മത്സരിക്കാൻ വന്നു. നന്ദന ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഔട്ടായി. ജാസ്മിൻ സെക്കൻഡ്സിൽ കൂടുതൽ നീ പേടിക്കണ്ടടി, നീ 3 സെക്കൻഡ് കൂടുതൽ നിന്നു, നീ നാണം കെട്ടിട്ടില്ല. ജിൻഡോ കുറെ നേരം ബാലൻസ് ചെയ്ത് നിന്നെങ്കിലും പെട്ടെന്ന് ഔട്ടായി. 37 സെക്കൻഡ്. അങ്ങനെ ഈ മത്സരത്തിൽ സായി ജയിച്ചു. സെക്കൻഡ് അഭിഷേകിന്, തേർഡ് നമ്മുടെ ഋഷിക്ക്. 2 പോയിന്റുകളോടെ രണ്ടാം സ്ഥാനത്ത്. എല്ലാത്തിനും നല്ല അസൂയം കുശുമ്പുണ്ട്. എല്ലാത്തിന്റെ മുഖം നോക്ക്. രണ്ടാം സ്ഥാനത്ത് വന്നത് അഭിഷേക്. ജാസ്മിന്റെ മുഖം നോക്ക്. സാധാ മറ്റേ സ്വിംഗ് ബോൾ മാറ്റി സാധനമാണ് അത്. ഗെയിമിനെല്ലാം ശേഷം ഓരോരുത്തർ ഓരോ സ്ഥലത്തിരുന്ന് ഇത് അനലൈസ് ചെയ്യാണ്. എല്ലാരും ഇന്ന പോലെ ഇരിക്കാം. നോറ പറയാ, സെന്റർ ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ട് വെക്കാന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി അപ്ലൈ ചെയ്തിട്ടാണ് ഇത് പിടിക്കാൻ ശ്രമിച്ചത്, പക്ഷെ പെട്ടെന്ന് അത് ഔട്ടായി പോയി. ഇവിടെ നോളന്റെ കുഞ്ഞുമോള സായി, ഞാൻ BDS പഠിച്ചു. ഇവിടെ എന്താ പറയുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റിയാ. ഇവിടെ നോളന്റെ കുഞ്ഞമ്മയാ. സായി പോയി, തൊട്ട് പുറകെ അഭിഷേക് എനിക്ക് പോയി, നമ്മുടെ ഋഷി നോറയും മാത്രമായി. പറഞ്ഞു ഞാൻ നിന്റെ അടുത്ത് അവളെന്തോ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഋഷി ഞാൻ അതെന്ന് പറഞ്ഞാണല്ലോ, എന്നോടൊന്നും നീ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന്. അവളങ്ങനെ പറഞ്ഞു നടക്കണ്ടേ? അവിടെ ഇവിടെയും മറ്റു മൂലൊക്കെ പോയി. ഋഷി, എടി അവൾ അങ്ങനെയാണ്, അവൾ അവിടെ കേട്ടത് ഇവിടെ കേട്ടതൊക്കെ കൂടി വന്ന് പറയാം. അത് അവളുടെ ഗെയിം. അത് ഇവിടെ നീ സംസാരിച്ച് പോയതുകൊണ്ട് അൻസിബയ്ക്ക് അത് എടുത്തിട്ട് അത് കറക്റ്റ് ആയിട്ട് അവൾക്ക് പറയാം. അതിന്റെ കൂടെ ഋഷി പറഞ്ഞു, അൻസിബ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ പേഴ്സണൽ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, കാരണം അത് നീ ഇവിടെ പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞ കാര്യമാണ് അൻസിബ എടുത്ത് പറഞ്ഞത്. ഞാനൊരു കാര്യം പറ്റേ നോറ, ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ എപ്പ വന്ന് പോയ ദിവസം എനിക്ക് പീരീഡ്സ് ആണ്. എന്റെ പൊന്നു നോറെ, നീ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പറഞ്ഞു. നീ ഇതൊക്കെ നിന്നെ പീരീഡ്സിന്റെ മുകളിലേക്ക് എടുത്തിരുന്നേ. ഞാൻ എടുത്തിടല്ല. ഋഷി അതും പറഞ്ഞ അടിയായി പോയി. ഞാൻ എന്റെ വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ലേ. ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ വന്നിരുന്ന് സായി പോയി, പിന്നെ അഭിഷേക് പോയി. അവർക്ക് ബുദ്ധിണ്ട്, അവര് ആദ്യേ പോയി. ഇത് പിന്നെയും ഞാൻ വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവര് പറഞ്ഞത് പറഞ്ഞില്ല. ശരിയാ, ഒട്ടും പറഞ്ഞില്ല വീട്ടുകാരെ. അതിപ്പോ പിന്നെയും ഇവര് ഡിസ്കസ് ചെയ്യാണ് ടോപ്പ് 5 ആരെ വരാന്ന്. അപ്പൊ ടോപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് 5 സെക്കൻഡ് 5 മിനിറ്റ് 15 സെക്കൻഡ് വന്ന സായിക്ക് വരാം, കാരണം അതിൽ 5 ഉണ്ട്. അഭിഷേക് 5.5, നമ്മുടെ സിജോ വെറും 5. അതിന്റെ ഇടയ്ക്ക് നന്ദനെ സിജോ കൂടി അടിയായിട്ടാ. നന്ദന, നീ പോടാ കാലമാടാ, നീ അടുത്ത ആഴ്ച പോടാ. അവന്റെ മോന്നൊക്കെ കൊണ്ട അടി ബഹള. ഇജോ, ഇവക്ക് ഭ്രാന്താണ് എന്നെ രക്ഷിക്കണം. എന്തുവാടാ ഇതൊക്കെ? സായിനെ മുണ്ട് പറിച്ചടി. നന്ദന ലാസ്റ്റ് ചത്ത് വിട്. അത് കൊള്ളാം. എന്റെ മോനെ. രാത്രി 10:20 ഋഷി വന്ന് വെള്ളം ഇറക്കാം. നാളെ നിന്നെ പൊക്കിക്കോളാ. നാളെ വെട്ടിക്കൂടാ ഞാൻ നിന്നെ. എനിക്ക് ഫസ്റ്റ് അടിക്കണം. എന്റെ ഹൈറ്റ് നോക്കിയിരുന്നോ ആരാ ജയിക്കുക ആരാ പോവാന്നൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ മനസ്സിലായില്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ബോണസ് പോയിന്റ് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കുകൾ ജയിക്കണം. ഇപ്പൊ ആകെ 3 ഗെയിം കഴിഞ്ഞ് ഇനി 7 ഗെയിം കിടക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരുന്നു. 3 ടാസ്ക്, പിന്നെ രാവിലത്തെ ചെറിയൊരു വഴക്ക്, ഇതൊക്കെയായിട്ട് പോയി. എന്തായാലും നാളെ ടിക്കറ്റ് ഫിനാലയുടെ മറ്റു ടാസ്കുകൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പൊ ബിഗ് ബോസ് കാണാൻ ഒരു രസമുണ്ട്. ലൈക്ക് കോണ്ടന്റ് ഇവർ തരുന്നില്ല, അറ്റ്ലീസ്റ്റ് ഈ ഗെയിംസിന്റെ ഒരു രസമെങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട്, എപ്പിസോഡ് 81ന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ